നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂർ പോഴങ്കാവ് കള്ളുഷാപ്പിൽ സ്പിരിറ്റ് കലർന്ന കള്ള് എക്സൈസ് കണ്ടെത്തി. 21 കന്നാസുകളിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളാണ് കണ്ടെത്തിയത്. വിവാദ പരാമർശങ്ങൾക്കെതിരെ നർത്തകി സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി DYSPക്കാണ് പരാതി നൽകിയത്. ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബാബുരാജിനെയാണ് പാടത്തിന് കരയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ പോഴങ്കാവ് കള്ളുഷാപ്പിൽ 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ള് എക്സൈസ് കണ്ടെത്തി. പോഴങ്കാവ് കള്ളുഷാപ്പിൽ സൂക്ഷിച്ച 21 കന്നാസുകളിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളാണ് കണ്ടെത്തിയത്. ചാലക്കുടി മുരിങ്ങൂർ വടക്കുമുറി പുത്തൻതറ വീട്ടിൽ സൈജു, ഷാപ്പ് മാനേജർ, കൊടുങ്ങല്ലൂർ പനങ്ങാട് ശ്രീനാരായണപുരം ചാണാശ്ശേരി വീട്ടിൽ റിജിൽ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ലൈസൻസി സ്ഥലത്തില്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കോടതിയിൽ ഹാജരാക്കിയ രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്തു. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ നർത്തകി സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി DYSPക്കാണ് പരാതി നൽകിയത്. വ്യക്തിപരമായി അപമാനിച്ചെന്നാണ് പരാതി. അഭിമുഖം നൽകിയത് വഞ്ചിയൂരിലായതിനാൽ പരാതി കൈമാറുമെന്ന് ചാലക്കുടി പോലീസ് വ്യക്തമാക്കി. ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബാബുരാജിനെയാണ് പാടത്തിന് കരയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി വരെ അദ്ദേഹം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു. VIP ഡ്യൂട്ടിയിലായിരുന്നു അദ്ദേഹം. എന്താണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നത് വ്യക്തമല്ല. ആത്മഹത്യാക്കുറിപ്പോ മറ്റ് വിവരങ്ങളോ ലഭിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചാലക്കുടി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയും MP-യുമായ ബെന്നി ബെഹനാനെ വിജയിപ്പിക്കുന്നതിനായി കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് ഭക്ഷണത്തിന് ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും ചോര നീരാക്കി പണിയെടുക്കുന്നവരാണ് കർഷകർ. ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്. ആ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം അന്നദാതാക്കൾ. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് കർഷക കോൺഗ്രസ്. കർഷക കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, സംസ്ഥാന സെക്രട്ടറിമാരായ ഗോവിന്ദൻകുട്ടി, AR ബൈജു, മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, DCC സെക്രട്ടറി A അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ജോസ്, നോബിൾ കണ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ കോളേജ് ഗ്രാഫിക്സ് ആൻഡ് അനിമേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ് സഹയോഗ് എന്ന പേരിൽ മാർച്ച് 26, 27 ദിവസങ്ങളിലായി ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു. സിനിമാ താരം നന്ദകിഷോർ ടെക്ടോക്ക് സീരീസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ റാണി MJ, ഡോക്ടർ ജോയ് KL, ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഡീൻ പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ വിജിൻ തിരുവമ്പാട്ടിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ അനുജയൻ, സൂര്യജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു. 6 ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്ന് പവന് 80 രൂപ വർദ്ധിച്ചതോടെ സ്വർണ്ണവില വീണ്ടും 49,000 കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 49,080 രൂപയാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഏകദേശം $2,171. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 6,135 രൂപയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
കൊടുങ്ങല്ലൂർ പോഴങ്കാവ് കള്ളുഷാപ്പിൽ സ്പിരിറ്റ് കലർന്ന കള്ള് എക്സൈസ് കണ്ടെത്തി. 21 കന്നാസുകളിൽ നിന്നും 588 ലിറ്റർ സ്പിരിറ്റ് കലർന്ന കള്ളാണ് കണ്ടെത്തിയത്. വിവാദ പരാമർശങ്ങൾക്കെതിരെ നർത്തകി സത്യഭാമയ്ക്കെതിരെ RLV രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. ആലുവയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ചു. ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ബാബുരാജിനെയാണ് പാടത്തിന് കരയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.